എന്തിനാ വെറുതെ ഒരു രസം? എടാ നിങ്ങളല്ലേ കല്യാണത്തിന് വരില്ല എന്ന് വിളിച്ചു പറഞ്ഞു, പിന്നെ ഈ നേരത്തെ എന്തിനാ കെട്ടിയെടുത്ത്? നിന്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് വരാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അതാടാ മച്ചാരെ നമ്മുടെ സ്നേഹം. കണ്ട് പടിയടാ അളിയ, കാര്യപരിപാടി ഒന്നും കേട്ടില്ലല്ലോ. അല്ലെങ്കിലും എല്ലാ തെണ്ടികളും പറയും മച്ചാരെ നമുക്ക് ഒടുക്കത്തെ ടൈമിംഗ് ആണെന്ന്. അല്ലെങ്കിലും വരാൻ വെച്ച വഴി തങ്ങില്ലല്ലോ. ഓ, വഴി തങ്ങിയ ഞങ്ങൾ എങ്ങനെ വരാനാ? എങ്ങനെയുണ്ട് കോമഡി? ഒന്നും മതിയാക്കടാ. വേണ്ടായിരുന്നു. ഒന്നിട്ട് വേഗം. എടാ ഞാനേ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ ഇതെന്റെ വൈഫിന്റെ അച്ഛനാ, റിട്ടയർഡ് ക്യാപ്റ്റനാ. എന്തിന്റെ ക്യാപ്റ്റൻ? എടാ പട്ടാളം. ഞാനൊരു നിമിഷം അതിർത്തിയിലാണെന്ന് ചിന്തിച്ചു പോയി. അച്ഛൻ പട്ടാളത്തിനാണല്ലേ, അപ്പൊ ഈ വെടിക്കഥകളൊക്കെ കാണുമല്ലോ. ഇവനാണെങ്കിൽ വെടിക്കഥ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സത്യം അല്ലടാ? അല്ലേ അച്ഛാ, അത് ഇവരുദ്ദേശിച്ചത് യുദ്ധമാണ്, യുദ്ധം. തോക്കേറ്റൊക്കെ ഉള്ള. ഞാനേ ലേശം ടയർഡാ, ഒന്ന് പോയി കിടന്നോട്ടെ. അതിർത്തിയിൽ നിന്നൊന്ന് മാറി നിൽക്കൂ. പോട്ടെ പോട്ടെ. പ്രശ്നോ? അതെ അതെ, ഒരു മിനിറ്റ്. എന്താടാ അത്? അതെ, എത്ര നേരടാ ഞങ്ങൾ വന്നിട്ട്? അന്റെ ബോയിനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടോ. അവളുറങ്ങിയടാ. അച്ഛൻ പറഞ്ഞല്ലോ ഉറങ്ങില്ലാന്ന്. ഈ തന്തപ്പടിന്റെ പോകാണ്ടിട്ട് അടങ്ങുള്ളൂ. ഞാൻ വിളിക്കാം. റുക്കു. എന്താടാ? എന്താണ് മച്ചാനെ ഒരുമാതിരി പീസ് പടത്തിലെ നായികമാരുടെ പേര് പോലെ? പോതരാക്കി വരുന്ന പണി തരാൻ നിർത്ത്. അളിയോ, ഇതൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഇത് കളിക്കണം, പടക്കണം, ഇത് കളിക്കണം, പോരാട്ടമാരംഭമാ. പടക്കണം, ഇത് കളിക്കണം, പടക്കണം. ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തടാ. അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ തന്നെ പരിചയപ്പെടുത്തിക്കോളാം. ഞാൻ ആൽവിൻ ഫെർണാണ്ടസ്. കോപ്പ് ഫെർണാണ്ടസ്. ഇവന് ശരിക്കുള്ള പേര് അലവീന. ഇവന്റെ പേരായിട്ട് ചിരിച്ചു ചാവും. അതെന്താ ശശാങ്കൻ, എന്താ കുഴപ്പം? അത് ഇവന്റെ സ്കൂളിൽ വിളിക്കണ പേരാ. ഇവന്റെ ശരിക്കും പേര് ശശീന്നാണ്. ചില ആൾക്കാർ അങ്ങനെ വിളിക്കും. പിന്നെ ഇത് ക്രിസ്റ്റി, ഇത് ബാദുഷ. ചേട്ടാ, ഇവർക്ക് ചായ എടുക്കട്ടെ? അയ്യോ, ചായന്റെ കാര്യം പറഞ്ഞപ്പോഴാ വിശന്നിട്ട്. പിന്നെ മോളെ, എല്ലാ കല്യാണ വീടും പോലെ അച്ചപ്പും കോയലപ്പും മിച്ചറൊന്നും നമുക്ക് വേണ്ട. അത് കഴിച്ചാലേ ഞങ്ങൾക്ക് വയറിളകും. അയ്യോ ചേട്ടാ, വേറെ ഒന്നുമില്ല ഇവർക്കൂടെ കൊടുക്കാൻ. കുഴപ്പമില്ല, ഞങ്ങൾക്ക് പുട്ട് മതി. നിനക്ക് കുഴപ്പമുണ്ടാ? എന്ത് കുഴപ്പം? പുട്ടടിപൊളിയല്ലേ? അത് മതി, നന്നാവും. പുട്ടാ? പുട്ട് ഇത്രയും മൂന്നേ കുറ്റിയില് പൊടിയും തേങ്ങ കിട്ടി സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം പുട്ട്. ഓ, പുട്ട്. ഓ, പുട്ടല്ല, പുട്ട്. പറഞ്ഞു മനസ്സിലായിടാ കള്ളാ. ചേട്ടാ, തേങ്ങ പൊളിക്കണം. പൊളിക്കണ കാര്യത്തിലും ബെസ്റ്റ് അല്ലേ? കുട്ടിക്ക് അറിയില്ലേ? എടാ, അവൾക്ക് എങ്ങനെ അറിയാനാണ്? നിന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കുട്ടിക്കറിയോ എന്ത്? തേങ്ങ വിളിക്കാൻ. തേങ്ങ അടിപൊളിയാട്ടാ. അയ്യോ, എന്ത് പറ്റി ചേട്ടാ? ഞാൻ ഈ ഓവർ ടേസ്റ്റിലെ ഫുഡ് കഴിച്ചാലേ അപ്പം വൊമിറ്റ് ചെയ്യും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്താളിയാ? അതെ, ഒരു കാര്യം ചെയ്തോ, അവിടെ ബാക്കിയുള്ള പുട്ടൊക്കെ പൊഞ്ഞെടുത്തോട്ടെ പെങ്ങളെ. അയ്യോ, ശരിക്കും ഇഷ്ടായിട്ടാ? ശരിക്കും ഇഷ്ടായി. അല്ലാണ്ട് അവൻ പറയില്ലല്ലോ. ശരിക്കും ഇഷ്ടായി മോളു. ചെല്ല്, കംപ്ലീറ്റ് എടുക്കണേ, മറക്കരുത്. മുഴുവൻ എടുത്തോ. നീ എന്തിനു മുഴുവൻ പൊതിയാൻ പറഞ്ഞു? അതെ, പോകുന്ന പോക്കിലേ നായനറിയാനാ. എന്തേ? ഇതെന്ത് കൂറ ഫുഡാണ് വെച്ചാനത്? നിനക്ക് അങ്ങനെ വേണോടാ? പണ്ടെങ്ങാണ്ട് നീ വല്ലോരോടും ചെയ്തേനെ ദയവായിട്ട് തന്ന ശിക്ഷയാണ് എനിക്ക്. എന്താണത്? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ മറ്റുള്ളവർക്ക് എന്താണ്? പുട്ട്. ഓ, പുട്ടാണല്ലോ അല്ലേ? സന്തോഷം. കൊടുക്കടാ. ഇതെന്താ? ഗുളികയാ അവനുള്ള. എന്താ ഏട്ടാ സുഖം? എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ട് ഏട്ടാ? എന്റെ മോളെ ഇവിടെ ഇങ്ങനെ കരയാനും ബഹളം വെക്കാനും മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ സംഭവം അറിയോ? ഇവർ രാത്രി കിടന്നു വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു സ്കിഡ് വിടാണ്ട് മൂക്കിന്റെ ചേറ്റോപ്പാൽ അടിച്ചു പോണ സാധനമാണ്. അതുകൊണ്ട് ഇത് വയറിളക്കത്തിനുള്ള ഗുളികയാണ്. മോളത് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ചാലിച്ചു കൊടുക്കണോട്ടാ. മോളുടെ സേഫ്റ്റിക്കാണ്. അല്ലടാ? മതി, നീ കയറി പോയാ.
ശരി എന്നിട്ടാ കാണാം. ഓക്കേ. ഗുഡ് നൈറ്റ്. സമാധാനമായല്ലോ. എന്തേ അവളെ മുമ്പിൽ എന്നെ നരിച്ചപ്പോ ഇതൊക്കെ സമാധാനമായല്ലോ. തമാശയിലാണ്. നീ നടക്ക്, കല്യാണം നടക്ക്. കഴിഞ്ഞപ്പോ ഇങ്ങനെ സീരിയസ് അല്ല. നിന്റെ അമ്മോ, എന്തൊരു സാധനമാണ്. അപ്പൊ ഓക്കെടാ. ശരി 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 ഓക്കെ ഓക്കെ. ഡാ പിന്നെ ഒരു കാര്യം പറയാണ്ട്. എന്താടാ? ഇതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നോടും നിന്റെ വൈഫിനോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെമ്മാടിത്തരായി പോവും. എടാ നീ എന്താന്ന് വെച്ചൊന്ന് പറയ് ഈ പാതിരക്ക് വന്നിട്ട്. ഡാ നിനക്കൊരു ലവർ ഉണ്ടായിരുന്നില്ലേ, സ്വാതി? ആ ആ അവള് ആത്മഹത്യ ചെയ്തളിയാ. ഡാ മതി മതി മതി, പോയിക്കോ പോയിക്കോ, പോ. ഡാ ഞാൻ പറഞ്ഞത് കളവല്ല, നീ അവനോട് ചോദിച്ചു നോക്ക്. ഡാ ശരിയാവണ്ടാ? ആടാ, അവൻ പറഞ്ഞ സത്യടാ. ശരിയാ, സത്യം. അവന്റെ കല്യാണക്കാരി അറിഞ്ഞോ? എന്റെ പേരെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ അവള്? നിന്റെ കല്യാണം അറിഞ്ഞിട്ടില്ല, നിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുള്ള എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് അവൾക്ക് AIDS ആയിരുന്നു. എന്നാലും ഇച്ചിരി കൂടുതലളിയാ. എന്തുകൂടി പോയി? ഒരു ബേച്ച് ഫുള്ളായിട്ട് ഒരുമിച്ച് താമസിച്ചിട്ട് അവസാനം ഒരു പെണ്ണിന്റെ അടുത്ത് നിന്നുള്ള സുഖം കംപ്ലീറ്റ് അനുഭവിച്ചറിഞ്ഞിട്ട് അവളെന്ത് വെച്ചിട്ട് അവനങ്ങനെ ഇന്നത്തെ ദിവസം കല്യാണം കഴിച്ച് സുഖിക്കണ്ട. നീ വണ്ടി വിടാ.